അതന്നെ കേരള ക്രൈം ഫയൽ സീസൺ 2 ഞാനുണ്ട്. ഒരു ചെറിയ പാർട്ടാണ്, പക്ഷേ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ചൊരു നല്ലൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സീറോയിൽ നിന്ന് വന്ന ഒരാളാണ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പം എനിക്ക് കിട്ടുന്ന ഓരോ ചെറിയ സംഭവം എനിക്ക് ഭയങ്കര വലുതാണ്. എൻ്റെ ശബ്ദത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. ഞാൻ എൻ്റെ ഭയങ്കര സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസണും ഒരിക്കലും വീണ് പോകരുത്, ഒരിക്കലും താഴെ പോകരുത് എന്ന് പോകുന്നൊരു പേടിയുള്ളതുകൊണ്ടാണ്. എനിക്കൊരു ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം, ഒരു 24/7 സപ്പോർട്ട് സിസ്റ്റം കിട്ടിയത് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുടി തീരെ ഇഷ്ടമല്ലാത്തൊരു ഫേസ് ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ലൈമായിരുന്നു. എൻ്റെ ഫോട്ടോ എടുത്താൽ എന്നെ കൊള്ളില്ല, എൻ്റെ ചിരിക്കണ കൊള്ളില്ല, എൻ്റെ കണ്ണ് കൊള്ളില്ല, ഇങ്ങനത്തെ ഒരുപാട് ഫീലിംഗ് ഉണ്ടായിരുന്നു. സിനിമയിൽ ഒരു ഫീമെയിൽ ഒരു ക്യാരക്ടറിന് സ്പേസ് ഇല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ ലീഡിനെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കാം നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. 18-19 വയസ്സുള്ള ഒരാളുടെ ചിന്താഗതി. അന്നത്തെ ഒരു യങ് കുട്ടിയാണ്. ഇപ്പം ഞാനാണെങ്കിലും പ്രിയ ആണെങ്കിലും ഇപ്പം ഞാൻ ശരിക്കും ഞാൻ അന്നത്തെ ആ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, അയ്യോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ജഡാർലവൻ്റെ ഭാഗം ഒന്നായിക്കോട്ടെ, ആ പടം എല്ലാവരും കണ്ടു. അതിൻ്റെ റിസൾട്ട് XOY എല്ലാവരും പല ഡിസ്റ്റൻസ് പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ ആ പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ റെക്കഗ്നീഷൻ ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫൈനാൻഷ്യലി എൻ്റെ ഫാമിലീനെ അപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇതൊക്കെ ഞാൻ കുറച്ച് ബ്ലസ്ഡ് ആയതുകൊണ്ട് കിട്ടിയെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ക്യൂ സ്റ്റുഡിയോയിൽ നിന്ന് നൂറൻ ഷെരീഫാണ് നമുക്കിപ്പോൾ ഉള്ളത്. വെൽക്കം. താങ്ക് യു. ഏറ്റവും പുതിയ വിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരള ക്രൈം ഫയൽ സീസൺ 2 റിലീസായിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലർ റിലീസായി ഇന്നലെ. അതിൽ ഇങ്ങനെ ഒരു ഷോട്ടിൽ കാണാൻ ഫോണൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരാൾ. എന്താണ് അതിനകത്തുള്ളത്? അതന്നെ കേരള ക്രൈം ഫയൽ സീസൺ 2 ഞാനുണ്ട്. ഒരു ചെറിയ പാർട്ടാണ്, പക്ഷേ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ചൊരു നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് 3-4 ഇയേഴ്സ് ആവാറ്. അപ്പം അതിൻ്റെ ഇടയിൽ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കണക്കത്തൊരു റിസൾട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു അതിലേക്ക് എത്താതാവുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എൻ്റെ ഇടയിലുണ്ട്. അപ്പം അന്നോട്ടേ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു നല്ല സംഭവം ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം അതിലൊരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും ഐ എം സോ ഹാപ്പി. അതിൽ കാണുന്ന കണക്കൊരു ചെറിയ പരിപാടി ചെയ്തിട്ട് പ്രോമിസിങ് കാസ്റ്റ് ആണ്, വലിയൊരു കാസ്റ്റ്. അതിലുള്ള എല്ലാവരും ഇപ്പം എനിക്കൊന്ന് കേരള ക്രൈം ഫയൽസ് 1 ആണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്നൊരു ആദ്യത്തെ വെബ് സീരീസ്. അതും ഭയങ്കര വേൾഡ് വൈഡ് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് അത്രയും വ്യൂവേഴ്സ് അതിന് മാത്രം ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് അതിന് വേണ്ടി മാത്രമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സീരീസിൻ്റെ സെക്കൻഡിലാണ് വരുന്നത്. അപ്പം അത് അവരും ക്രൂവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പം ടെക്നിക്കൽ ടീം ആയിക്കോട്ടെ, നമ്മുടെ ബാഹുൽ രമേശാണ് അത് എഴുതിയിരിക്കുന്നത്. കിഷ്കിന്ദ കാണ്ടത്തിൻ്റെ അഹമ്മദ് കബീർ, നമുക്കറിയാം പുള്ളിയുടെ എല്ലാ സിനിമകളും പുള്ളി അത് ബെസ്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ക്യാമറമാൻ ജിതിൻ സ്റ്റാൻസ്, മ്യൂസിക് ചെയ്ത ഹിഷാം അബ്ദുൽ വഹാബാണ്. പിന്നെ മഹേഷാണ് അതിൻ്റെ എഡിറ്റർ. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ച ഒരാൾ. അപ്പം അവർ തന്നെ അതിൽ എവിടെയും ഒരു കുറവും വരുത്താതെ ബെസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്രൂ, ബാക്കി എല്ലാ കാസ്റ്റ് മെമ്പേഴ്സും അടിപൊളിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിൻ്റെ കൂടെ എനിക്കൊരു ചെറിയ പാർട്ടാവാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും റീസെന്റ് ഹാപ്പിനെസ്സും എല്ലാം ആയിട്ട് നിൽക്കുന്നൊരു വെബ് സീരീസ് അല്ലേ? വെബ് സീരീസ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെയാണ്. ഇപ്പം നൂറിൻ്റെ ഒരു കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീർത്തും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന്, ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അടുത്തിടെ അല്ല, നെസ്രിയ ഏറ്റവും ലാസ്റ്റ് കൊടുത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് സിനിമ പോലൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിൽ ഒരുതരം പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നൂറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസിങ്, പിന്നെ മോഡലിങ്, അതിനുശേഷം അഭിനയത്തിൽ, ഇപ്പോൾ തിരക്കഥാകൃത്ത്. സോ ഇതത്ര എളുപ്പമുള്ള ജേണി അല്ല. എങ്ങനെയായിരുന്നു അത്? ഇപ്പം എൻ്റെ വീട്ടിൽ നമ്മൾ 2 പെൺകുട്ടികളാണ്. ഒരു നോർമൽ മിഡിൽ ക്ലാസ് മുസ്ലിം ഫാമിലിയാണ്. വാപ്പ ഗൾഫിലാണ്, ഉമ്മ ചെറിയ വീട്ടിലെ കാര്യങ്ങളും തയ്യലൊക്കെ ഉള്ള ഒരാളാണ്. 2 പഠിക്കുന്നു. ആ ഒരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് കൂടുതലും TV-യിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ തിയേറ്ററിലേക്ക് ഫാമിലിയായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സമയത്ത് എല്ലാവരും കൂടി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന, ഒരു റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു പടം കാണുന്ന ആ ഒരു ട്രഡീഷൻ ഇല്ല. TV-യിൽ നമ്മളിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഒരു വർഷം ഇറങ്ങിയ സിനിമ അടുത്ത വർഷം ഓണത്തിന് പ്രൈം ടൈമിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് TV-യിൽ എപ്പോഴും വരിക. അപ്പം ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും അങ്ങനെയാണ്.
എനിക്ക് സിനിമയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ചെറിയ ചൈൽഡ്ഹുഡിലുള്ള ആകെ സിനിമ എന്ന് പറയുന്ന ടോപ്പിക് ഈ ടി വിയിൽ കാണുന്ന ആ ബന്ധം മാത്രമേ ഉള്ളൂ സിനിമയിൽ. എൻ്റെ വീട്ടിലും ആർക്കും അങ്ങനെയൊന്നുമില്ല. ആഗ്രഹങ്ങളുണ്ട്. അപ്പം എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ആദ്യമേ സിനിമയിലേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നതിൽ ഉറപ്പായിട്ടും എതിർപ്പുകളുണ്ട്. കാരണം ആർക്കും അറിയില്ല എന്താണ് ഇതിലേക്കുള്ളത്. നമ്മൾ ഈ ടി വിയിലും അല്ലെങ്കിൽ 10 പേര് പറഞ്ഞിട്ട് അറിയാവുന്ന സിനിമ നടൻ, നടി, സിനിമകൾ ഇത് മാത്രമേ എൻ്റെ വീട്ടിൽ മുതിർന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോൾ റിലേറ്റീവ്സിനായിക്കോട്ടെ, വാപ്പായ്ക്കായിക്കോട്ടെ, ബ്രദർ, എല്ലാവർക്കും അതൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും ലക്ക് എന്നാണ്. കാരണം ഡാൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഡാൻസ് വഴി ചെറുതായിട്ട് സ്കൂളിലെ പരിപാടികളൊക്കെ ഇങ്ങനെ ഭാഗമായി ഡാൻസ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി. പിന്നെ മോഡലിംഗ് ഞാൻ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് മോഡലിംഗ്. എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും എനിക്കൊരു മോഡലാവണം എന്നോ മോഡലിംഗ് ചെയ്യണം. പക്ഷെ എങ്ങനെയോ അത് കറക്റ്റ് സമയത്ത് മിസ് കേരള ഫിറ്റ്നസ് ആയി. അപ്പം അന്ന് എന്നോട് മത്സരിച്ചവരൊക്കെ മിസ് സൗത്ത് ഇന്ത്യ, ക്വീൻ ഓഫ് ഇന്ത്യ, അതുപോലെ പേരൻസിന് ഭയങ്കര ഫോക്കസ് ചെയ്ത് അതിലിത് ബെസ്റ്റ് ആവണം. അപ്പോൾ എന്നോട് അന്ന് ചെയ്ത് ഒരുപാട് പേര് പിന്നീട് മിസ് ഇന്ത്യക്കും അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും സിനിമയോ വേറെ ഒന്നുമല്ല, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതെനിക്ക് സംഭവിച്ചു. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തി. എനിക്കത് കുറച്ചും കൂടി ഈസി എന്ന് വേണമെങ്കിൽ പറയാം. കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഉള്ള നമ്മൾ വന്നതിന് ശേഷം ഒരു ഫേസ് ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് വരുന്നതിനേക്കാളും പാട് വന്നിട്ട് അവിടെ നിൽക്കാനാണ്. വരാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു ഹുക്കിൽ നിന്ന് ഒരു ഓഡിഷനിലേക്കോ നമ്മൾ എന്തെങ്കിലും ചെയ്തൊരു ക്രാഫ്റ്റ് കണ്ടിട്ട് ഒരാൾക്ക് നമ്മളെ കോൾ ചെയ്യാൻ, ഒരു ഓഡിഷൻ നടത്താൻ ഭയങ്കര എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ആ ഫേസാണ് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് കമ്മിങ് ടു സിനിമ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഈസിയാണ് എന്ന് പറയുമ്പോഴും ആദ്യത്തെ സിനിമ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി സംഭവമായിരിക്കുമ്പോൾ നൂറിന് അത് കുറച്ചും കൂടി ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ കുറേ ഇമോഷൻസ് കലർന്ന ഒരിതായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ യങ്ങാണ് അത് സംഭവിക്കുമ്പോൾ. അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പക്വത ആ പ്രായത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് അതിൻ്റെ പക്വത ഉണ്ടെന്നാണ്. അന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 20 years അത്രേ ഉള്ളൂ. 2019 ഇറങ്ങുന്നത്. അന്ന് എനിക്ക് 20 വയസ്സുള്ളൂ. ഇപ്പം എനിക്ക് ഒരു 26 വയസ്സാവാറേ. അപ്പം ഈ ഒരു 5-6 years ഇന്നത്തെ ഞാനാണെങ്കിൽ ചിലപ്പം അന്ന് ഉണ്ടാവുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ കുറച്ച് ഹാൻഡിൽ ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കുള്ള വിവരവും അന്ന് എനിക്കറിയാവുന്ന കുറച്ച് വിവരവും പരിപാടിയും എൻ്റെ ചുറ്റും എന്താണോ അതൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്ത ഡിസിഷൻസ് അന്നത്തെ പ്രായത്തിൽ അത് ചിലപ്പം അന്ന് ഞാൻ ശരിയെന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. പിന്നീടാണല്ലോ നമുക്കറിയാം ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ അറിയാം. ഇപ്പം ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങളെ കുറച്ച് ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൈൽഡിഷാണ്, കുറച്ച് മെച്യൂർഡ് ആവാൻ നോക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ കുറച്ചുകൂടെ നമ്മൾ ഇപ്പം എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എൻ്റെ ചുറ്റുമുള്ള ആളുകളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടോപ്പിക്സും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചും കൂടെ വേറെ രീതിയിലായിരിക്കാം ഞാൻ ചിലപ്പോൾ അതിനെ ഡീൽ ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ റോളർ കോസ്റ്റർ ഞാനായിട്ട് വരുത്തി വെക്കുന്നതല്ല. മാക്സിമം അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് വളരെ ഓക്കെ ആയിട്ട് വളരെ ഒരു പ്രത്യേകിച്ച് അപ്സ് ആൻഡ് ഡൗൺ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോയാലും ഞാൻ ഓക്കെയാണ് ലൈഫിൽ, ഹാപ്പി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളായിട്ട് പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ കുഴപ്പമില്ല. അതിലൊക്കെ എവിടെയെങ്കിലും ഒരു എന്തായിട്ടുണ്ടെങ്കിൽ അത് മേ ബി പിന്നീട് ഒരു നല്ലതിനോ അല്ലെങ്കിൽ അതിൽ കുറച്ചെങ്കിലും സന്തോഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് അതങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബാക്കിലോട്ട് പോയിട്ട്. സോ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താന്നുള്ളൂ. ടിക്ടോക്കിൽ സംസാരിക്കുന്ന സമയത്ത് ഈ വക പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നു. ഞാൻ ഇനി അടുത്ത സിനിമ ചെയ്യണേ ഇല്ല എന്ന് ഉമ്മാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയുന്ന ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ ടിക്ടോക്കിൽ സംസാരിക്കുന്നത് വളരെ വാശിയേറിയ ഒരാൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പുറത്ത് സർവൈവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിങ്ങനെ ആ സമയത്ത് അത് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഏജ് ആണല്ലേ, എനിക്കൊരു 21 അത്രയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പം ശരിക്കും ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഞാൻ ഒരു പോയിന്റ് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഇത് ഇത്രയും പ്രശ്നമാണ്. നമ്മൾ കാണുന്ന സിനിമയിൽ വരെ അഭിനയിക്കത് ഓക്കെ കഴിഞ്ഞു എളുപ്പമാണല്ലോ. പക്ഷെ ഇതിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് ഇതിനകത്ത് നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. അത് നല്ലതായിട്ടും മോശമായിട്ടും പ്രതീക്ഷിക്കാത്ത രീതികളിൽ വരുന്നു. ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്ത കുറേ കാര്യങ്ങളല്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ വേണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി
ഇത്രയൊക്കെ നമ്മൾ വിചാരിച്ചത് ഇവിടെ എത്താനാണല്ലോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ടൊന്നും ആയെന്നല്ല, പക്ഷേ ഇഫ് ഐ എം കമ്പയറിങ്, ഞാൻ ജസ്റ്റ് സീറോയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിത് പാതി വന്നിട്ട് ഇനി തിരിച്ചു പോകേണ്ടത്, വന്നെങ്കിൽ നമുക്ക് ഇത് ബെസ്റ്റ് ആക്കാം. അങ്ങനെ ഇതിലേറ്റവും കൂടുതൽ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവം ആ ഒരു മനക്കെട്ടിയാണ്. കുറച്ചെങ്കിലും നമ്മൾ വന്നു, ഇനി കുറച്ചായി, ഇനി നമ്മൾ ബാക്കിലേക്ക് പോകാനൊക്കെ തോന്നും. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് മിക്കവർക്കും, സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അതിൻ്റെ സൈഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആണ്. പക്ഷെ അത് വിടാതെ പിടിക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അതെനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി, അതാ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇത്രയും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത്, ഇപ്പം എൻ്റെ കോളേജ് ലൈഫിൽ പോലും എനിക്ക് ഒരുപാട് എൻ്റെ കോളേജ് ഡേയ്സ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് ഈ പടത്തിൻ്റെ പരിപാടി അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് അതിൻ്റെ മറ്റൊരു റീസൺ, എൻ്റെ ഫാമിലീനെ കുറച്ചെങ്കിലും എനിക്ക് ഫൈനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ടൈമിൽ. അപ്പം ഇന്ന് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യം എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരിക. അപ്പം കുറേ കാര്യങ്ങൾ അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ചെറിയ ഏജിൽ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ മെച്യൂറായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ ഒരു 21-20 വയസ്സുള്ളൊരു കുട്ടി ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ് ഞാനന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമുക്ക് ആ രീതിയിൽ അതങ്ങ് വിട്ടു, കുഴപ്പമില്ലെന്ന്. ഈ ആദ്യമായിട്ട് എഴുതുന്ന ആളുകൾ സ്വന്തം അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസോ ആയിരിക്കും ആദ്യം ബുക്കിൽ പകർത്തി വെക്കുക. ഇതാരെങ്കിലും കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്കൊരു ഇത് വരുന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ആക്ച്വലി എൻ്റെ ഒന്നും എഴുതിയിട്ടില്ല സീരിയസ്ലി. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ഇൻസിഡൻസ് ഒക്കെ ആലോചിച്ച് അതിനെ വേറെ രീതിയിലാക്കാണ്ട്. പക്ഷെ ഫൈം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇല്ല, നമ്മൾ സംസാരിക്കും. ഫായം എപ്പോഴും സിനിമകളെ പറ്റി സംസാരിക്കും. ഇപ്പം ഫായം മുന്നേ എഴുതിയ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുന്നതായിക്കോട്ടെ, ഇതിപ്പം നമ്മൾ ഒരു സംഭവമാണല്ലോ പുറത്തു വന്നത്. ഇതിൻ്റെ ഒരു 10,000 വേറെ കഥകൾ നമ്മൾ പുറത്തു വരാതെ നടക്കൂല എന്നായി, അങ്ങനത്തെ കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സിനിമ കഥ, ചെറിയ ചെറിയ ത്രെഡുകൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പം എനിക്കറിയാവുന്ന പുസ്തകങ്ങൾ വായിച്ച കഥകൾ പറയും. അപ്പം ഞാൻ പറയും എനിക്ക് അതിനകത്ത് ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കുറേ അഭിപ്രായങ്ങൾ പറയും. അപ്പം അവൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഇത് വർക്കായി വന്നതാണ്. ഫഹിമാണോ തീരുമാനിക്കുന്നത് നൂറിൻ വരൂ എഴുതൂ എന്നുള്ളത്? ഞാൻ തീരുമാനിച്ചാണ്, പക്ഷെ ആ തീരുമാനത്തിന് ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് ഫാഹിമിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇല്ലാതെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമ എഴുതാനൊന്നും ചിന്തിക്കൂലായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യാവുന്നതാണ്, നമ്മളെ കൊണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു സംഭവം വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നതിൻ്റെ ആ ഡെസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ പുള്ളിക്കാരന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കോ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾ ഈ എഴുതുക എന്നുള്ള പരിപാടി ഈ വൻ അടിപിടി പരിപാടി തന്നെയാണോ? അടിപിടി ഓബ്വിയസ്ലി ഉണ്ടാവും. കാരണം ഇപ്പം 2 കോ റൈറ്റേഴ്സ് നോർമലി ഇപ്പം നമ്മൾ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കിംഗ് സ്പേസിൽ മാത്രമായിരിക്കും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങനെ ഡിസഗ്രിമെന്റ്സിനോ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് തോട്ട്സ് ആയിരിക്കും വരിക. എൻ്റെ 2 ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവിടെ അതിൻ്റെതായ അടിയും പ്രശ്നങ്ങളും ഇത് ഒരുമിച്ച് ഒരിടത്ത് ഒന്ന് ലാൻഡ് ചെയ്യിക്കാനുള്ള പ്രഷറും ഒക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ രണ്ടുപേരും 2 വഴിക്കാണല്ലോ പോകുന്നത്. അപ്പം പിന്നീട് അത് നമ്മൾ അതെടുത്തോണ്ട് പോകുന്നില്ല, അത് അവിടെ നമ്മൾ കളഞ്ഞു പോകുന്നു. പക്ഷെ നമ്മൾ ഈ ലൈഫിലും പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഇത് വീട് വരെ എത്തുന്നുണ്ട്. ലൈക്ക് ചില പോയിന്റിലേക്ക് നമ്മൾക്ക് തന്നെ തോന്നി ഇത് നമ്മളെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യും, അതിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീന്മേശയിലൊക്കെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും. അതാ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് തോന്നി തുടങ്ങി ഇത് ലൈക്ക് നമ്മുടെ 24/7 നമ്മൾ ഒരുമിച്ചാണ്. അപ്പം നമ്മുടെ ലൈഫിലേക്കും ഇത് റിഫ്ലക്റ്റ് ആയി തുടങ്ങുന്നുണ്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അത് നമ്മള് ബോധപൂർവം അത് അങ്ങനെ ആവരുത് എന്ന് ഡിസൈഡ് ചെയ്ത് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ തുടങ്ങി. ഒരു പോയിന്റ് ആദ്യമൊന്നും നമുക്കത് അറിയില്ല, ഒരു പോയിന്റിൽ നമ്മളത് ബാലൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ വലിയ കുഴപ്പമില്ല, ലൈക്ക് ഭയങ്കര ഓക്കെ ആണ്. ഇപ്പോൾ മിസ് കേരളയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഞാൻ തോറ്റുപോയ ആളുകൾ കളിയാക്കുമല്ലോ എന്നായിരുന്നു എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ നൂറിൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വ്ലോഗ് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനൊപ്പം കോണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. ഈ മേഖലകളെല്ലാം സജീവമാണ്. ഒപ്പം ഇത്ര കാലവും കടന്നുപോയി. ഈ ഇൻസെക്യൂരിറ്റീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഈ കാലത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഞാൻ എന്നെ ഭയങ്കര സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസണും
ഒരിക്കലും വീണ് പോകരുത്, ഒരിക്കലും താഴെ പോകരുത് പോകുന്നൊരു പേടിയുള്ളതുകൊണ്ടാണ് എപ്പോഴും എന്തില്ലെങ്കിലും ഇങ്ങനെ ചെയ്തിരിക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പം സിനിമ പോലും ഇത്ര ഗ്യാപ്പ് എടുത്തപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിരുന്നു. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് എപ്പോഴും കൊടുക്കുക, നല്ല നല്ല കണ്ടന്റുകൾ ഇടുക. എൻ്റെ ഒരു മേജർ ഫൈനാൻഷ്യൽ ഇൻകം എൻ്റെ ഒരു ഇൻകം വന്നുകൊണ്ടിരുന്നത് കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു. അപ്പം അവിടെ ദ ബെസ്റ്റ് ആവാന്നായിരുന്നു. ഇപ്പുറത്ത് നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉറപ്പായിട്ടും സിനിമ കാര്യങ്ങൾ വർക്കൗട്ട് ആവണമല്ലോ എന്നുള്ള തോട്ട്സ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വ്ളോഗും കാര്യങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നു. ഇൻസെക്യൂരിറ്റി ഇപ്പം അത് ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും വർഷം കുറച്ചായിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ആ വർഷത്തിൽ എനിക്ക് എൻ്റെതായ കുറേ മാറ്റങ്ങളും ചേഞ്ചസ് വന്നിട്ടുണ്ട്. എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, ഒരു എപ്പോഴും ഇങ്ങനെ പോവില്ല അല്ലെങ്കിൽ ഇങ്ങനെ പോവില്ല, അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് അവിടെ നമ്മൾ പതറാടെ മുന്നോട്ട് പോകണം. ഇതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇൻസെക്യൂരിറ്റി, ഈ സെൽഫ് ഡൗട്ടൊക്കെ ഒരു മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും വരാം, ഇനിയും വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാം. പക്ഷേ റൈറ്റ് നൗ ഞാൻ കുറേയൊക്കെ പഠിച്ചു എങ്ങനെ ആവരുത് എന്നൊക്കെ ഉള്ളത്. സോ ഇപ്പം തൽക്കാലം ഇൻസെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ബട്ട് ഞാൻ പറഞ്ഞു, അതും ആളുടെ സ്വഭാവമാണ്, നമ്മുടെ ഉള്ളിലുള്ളൊരു സംഭവമാണ്. അപ്പം ഏതൊരു നിമിഷം വേണമെങ്കിലും നമുക്ക് ഫീൽ ആവുന്നേ ഉള്ളൂ, നമ്മൾ പോരെ, നമ്മളിനി ഉണ്ടോ ഇല്ലേ, ഇങ്ങനത്തെ തോട്ട്സ് എപ്പോഴും വരാറുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് 21-ാം പിറന്നാളിന് സിസ്റ്ററൊക്കെ ഹെൽപ്പ് ചെയ്ത് ഫോട്ടോ ഇട്ട് വലിയൊരു ക്യാപ്ഷനോടൊക്കെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു. ഇപ്പം 26-ലേക്ക് വരുമ്പോൾ അതിഭയങ്കരമായിട്ട് സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് വളരെ ഇമോഷണലായിട്ട് ആണ് അടുത്തിടെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അതിൽ പ്രിയയുടെ സാന്നിധ്യം ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഈ 21 to 26 എന്താണ് പഠിച്ചത്, എന്താണ് മാറിയത്? ഒരുപാട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ഒരു ഏജിൽ, ലൈക്ക് എനിക്ക് 21 ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് 20s കഴിഞ്ഞു, ടീൻ ആ ടൈമിന് 21-ന് അപ്പുറത്തേക്ക് നിൻ്റെ ലൈഫ് വേറെ ആയിരിക്കുന്നു. എനിക്കറിയില്ല എന്തിനാണ് ആ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞതെന്നോ എന്താണ് അതിൻ്റെ പിന്നിൽ പുള്ളിക്ക് തോന്നിയൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ നമ്മൾ തമാശയ്ക്ക് വിട്ടു, ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ റിയലി ആ പറഞ്ഞത് ഭയങ്കര നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 21 to 26 ഓരോ വർഷം കഴിയുമ്പോഴും എനിക്ക് മനസ്സിലാവും എനിക്കുണ്ടായ ചേഞ്ചസ് എന്താണ്, എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ എല്ലാവരിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ഇപ്പം ഈ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാനങ്ങനെ ഒരു പാർട്ടി പേഴ്സൺ അല്ല. എനിക്ക് കൂടുതലും എൻ്റെ ഒരു ഗ്രൂപ്പോ വളരെ ചെറിയ കുറച്ച് സർക്കിൾ ഉണ്ട്, അവരുടെ കൂടെ ഇരുന്ന് ഞാൻ എൻറ്റയർലി വേറെ ഒരാളാണ്. അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ആളുകളിലേക്ക് അറിയിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ബർത്ത്ഡേ പോസ്റ്റ് ആണെങ്കിൽ പോലും ഓക്കെ എൻ്റെ മാൻഡേറ്ററി ഇടാൻ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും ഇടണം എന്ന് പറഞ്ഞെടുക്കുന്ന ഫോട്ടോസാണ് മിക്കതും നിങ്ങൾ കാണുന്നത്. ആൻഡ് ഈ ബർത്ത്ഡേ ഇത് കണക്ക് ഫായിമും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് അതിനകത്ത് തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാരണം എൻ്റെ എല്ലാവരൊക്കെ ഭയങ്കര ദൂരം, അപ്പം ലാസ്റ്റ് മിനിറ്റ് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും ആളുകൾ പെട്ടെന്ന് വന്നൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അന്ന് ഞാൻ ശരിക്കും കരഞ്ഞു. എനിക്ക് സർപ്രൈസ് പറ്റൂല, എനിക്ക് സർപ്രൈസ് എന്താണെന്ന് അറിയണം. കാരണം എന്നെ സർപ്രൈസ് ചെയ്യാൻ നോക്കി എല്ലാവർക്കും ഞാൻ വഴക്കുണ്ടാക്കും, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ ചോദിക്കും. അപ്പോൾ ഇത് പേടിച്ച് പരമാവധി ആളുകൾ എനിക്ക് സർപ്രൈസ് ചെയ്യില്ല. ഇനി അഥവാ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫായം എന്നോട് പറയും, അതെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നോട് എന്നെ മുൻകൂട്ടി പറയും. അപ്പോൾ എന്നോട് അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവർ രണ്ടുപേരും, ഒരാൾ ലോയറാണ്, ഒരാൾ ഡോക്ടറാണ്. അവർ രണ്ടുപേരും കൊല്ലത്താണ്. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് അവർ രണ്ടുപേരും വന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാനും ഫായിമും എൻ്റെ 2 ഫ്രണ്ട്സ്, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നത് എനിക്കറിയാം. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ എൻ്റെ ഫാമിലി വന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് എനിക്ക് ഇത്രയും ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അന്നത്തെ ദിവസം. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി പേഴ്സൺ അല്ലെങ്കിൽ പോലും ഞാൻ ആ മൊമെന്റ് ഭയങ്കര എൻജോയ് ചെയ്തു അന്ന് അത്രയും പേരുടെ കൂടെ നിന്നപ്പോഴത്തേക്ക്. അതിൽ പ്രിയ ഒബ്വിയസ്ലി എൻ്റെ ഒരു ഇത്ര നമ്പർ ഓഫ് ഫ്രണ്ട്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരാളാണ്. അപ്പം അന്ന് അവളും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ അടുത്തിടെ നൂറിന്റെ ബർത്ത്ഡേക്ക് വന്ന കാര്യം പ്രിയോട് ഇതേ കൗച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രിയ പറഞ്ഞത് അത് ചുറ്റുമുള്ള ആളുകൾ ഫീഡ് ചെയ്തൊരു ഹേറ്റ് ആണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് എന്താണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായത്. ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫ്രണ്ടിനെയാണ് കിട്ടിയെന്ന് തോന്നുന്നു.
മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സംഭവം ഈ പറഞ്ഞ ഈ എല്ലാം നടക്കുന്നത് ഇയേഴ്സ് ബാക്കാണ്. ഈ അതായത് ഒരു 18-19 വയസ്സുള്ള ഒരാളുടെ ചിന്താഗതി, അന്നത്തെ ഒരു യങ് കുട്ടിയാണ്. ഇപ്പം ഞാനാണെങ്കിലും പ്രിയ ആണെങ്കിലും. അപ്പം എൻ്റെയൊക്കെ മനസ്സിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നതും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ കുറച്ച് കുട്ടിത്തമുള്ള, അല്ലെങ്കിൽ അത്ര അതിൻ്റെ പിന്നീട് ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കാനുള്ള അത്ര കഴിവൊന്നും ഇല്ലായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞു. അപ്പം എന്തെങ്കിലും മനസ്സിൽ തോന്നിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം അത് ആ സമയത്ത് ഇപ്പോഴും ഞാൻ ശരിക്കും ഞാൻ അന്നത്തെ ആ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, അയ്യോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, വേണമായിരുന്നോ എന്നൊക്കെ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ മീഡിയ ആണ്, അത് എത്ര നാൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞ കണക്ക് നമ്മൾ പിന്നീട് കണ്ടു, സംസാരിച്ചു. ഈ പറഞ്ഞ കണക്ക് നമ്മൾക്കിടയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. കാരണം അത്രയും നല്ല ടൈം നമ്മൾ കളഞ്ഞു. കുറേ നാൾ ചിലപ്പം അന്നേ നമ്മളിത് പറഞ്ഞങ്ങ് തീർന്നിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് ചിലപ്പോൾ കിട്ടിയേനെ. സോ ഇപ്പോൾ നല്ലൊരു ഇക്വേഷനിൽ രണ്ടുപേരും പോകുന്നുണ്ട്. ഈ രണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ ഒരു വീട്ടിൽ താമസിക്കുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എന്താണ് ഒരു ബ്ലോക്ക് ഉണ്ടാവും, ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് എഴുതും, എങ്ങനെ മുന്നോട്ട് പോകും? ഈ സാധനങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരേ സമയം ഒരുപോലെ അനുഭവപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവാം. ഇതിനെ എങ്ങനെയാണ് മറികടക്കുക? എനിക്ക് ആക്ച്വലി ഞാനൊരു പ്രോപ്പർ റൈറ്റർ വന്ന ഒരാളല്ല. അപ്പം എനിക്ക് ആദ്യം ക്രിയേറ്റീവ് ബ്ലോക്കിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്തൊരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചത് ഫൈമ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ കേട്ടോ, എൻ്റെ മാക്സിമം ഇതാണ് ഞാൻ പറഞ്ഞ് ഒഴിയുമായിരുന്നു. പതിയെ എനിക്ക് മനസ്സിലായത് ഇത് ആക്ച്വലി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒരു പോയിന്റിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും വരൂല മനസ്സിലേക്ക്. അങ്ങനത്തെ മൊമെന്റ്സ് എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം പോലും ഉണ്ടാവാറുണ്ട്. നമ്മൾ രണ്ടുപേരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. നമുക്ക് ഡ്രൈവ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഈ ഡ്രൈവ് പോയാണ് ഈ ക്രിയേറ്റീവ് ബ്ലോക്കിനെ എപ്പോഴും ബ്രേക്ക് ചെയ്യാറുള്ളത്. ആൻഡ് അതെപ്പോഴും വരാറുണ്ട്. ഇത് മറ്റേ സ്വിച്ച് ഇട്ടാണെങ്കിൽ ഒരു 5 ഐഡിയ വരൂല്ല. നമ്മൾ ഇരുന്ന് ആലോചിച്ച് ചില ദിവസങ്ങളിൽ എഴുതി വെച്ചത് എല്ലാം മാറ്റിക്കളയേണ്ടി വരാറുണ്ട്. ഇതിങ്ങനെയല്ല, നമുക്ക് വേറെ ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ ഫേസസ് ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. നമ്മളും അതങ്ങനെ തന്നെ ഫേസ് ചെയ്യാം. നമുക്ക് ഹെൽപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് പാട്ടുകളൊക്കെ കേട്ട്, ലൈക്ക് ചില സമയത്തൊക്കെ 2-3 മണിക്കൂർ നമ്മൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കാറിൽ പോകും പാട്ട് പ്ലേ ചെയ്തിട്ട്. അന്നേരം നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും വിചാരിക്കും ഇവർക്ക് രണ്ടുപേർക്ക് വട്ടാണെന്ന്. കാരണം പരസ്പരം രണ്ടുപേരൊന്നും മിണ്ടുന്നുമില്ല, ഒരേ പാട്ട് ലൂപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തൊരു സോങ് ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഫേസ്. നമ്മൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്. സോ ക്രിയേറ്റീവ് ബ്ലോക്ക് ആ സംഭവം ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ടാക്കിൾ ചെയ്ത് സെറ്റാക്കി പോവാറുണ്ട്. ഞാനൊരു വളരെ ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കാം. ഈ റീലിലൊക്കെ കാണാറുണ്ട്, റീലിൽ മാത്രമല്ല, ഇപ്പം സ്ത്രീകൾ പൊതുവെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യണ കാര്യം ഈ മുടി വെട്ടലാണ് എന്നുള്ളത്. ഈ മുടി വെട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഡിസിഷൻ അല്ല, എനിക്ക് പ്രത്യേകിച്ചല്ല. അപ്പം ഈ മുടി വെട്ടുക അല്ലെങ്കിൽ കേളായിരുന്നത് പിന്നീട് സ്ട്രെയിറ്റ് ആക്കുക, ഈ ഒരു ഫേസ് എങ്ങനെയാണ്? എന്തിനാണ് മുടി വെട്ടുന്നത്? മുടി വെട്ടുന്നതിന് ഒരു കാരണം ഉണ്ടെന്ന് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നോക്കിയിട്ടുണ്ടല്ലേ? എല്ലാം ഞാൻ മുടി, എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാളും എൻ്റെ മുടി ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ മുടി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന അങ്ങനെയാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുടി തീരെ ഇഷ്ടമല്ലാത്തൊരു ഫേസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് സ്കൂളിൽ മറ്റേ പിന്നി കെട്ടിക്കൊണ്ടു. അപ്പം അന്ന് നല്ല ലോങ് ഇത്രയും മുടിയുള്ള പെൺകുട്ടികളൊക്കെ പിന്നിട്ടുണ്ടപ്പോൾ ഞാൻ ആലോചിക്കാൻ, ഞാൻ ഉമ്മയുടെ പോയി പറയാറുണ്ട് എനിക്ക് എന്താ അങ്ങനത്തെ മുടിയില്ലാത്തതെന്നൊക്കെ. ഞാൻ എനിക്ക് സ്ട്രേറ്റ് ചെയ്ത് തരുമോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ചെയ്തില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ മുടി ഇഷ്ടമായി ഒരുപാട് പേര് എൻ്റെ ചുറ്റും പറയാൻ തുടങ്ങി. അപ്പം ഞാനും പതി എൻ്റെ മുടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ എനിക്ക് അങ്ങോട്ട് ജീവനായി എൻ്റെ മുടി, എനിക്ക് അത്ര ഇഷ്ടമായി തുടങ്ങി. ആ സമയത്താണ് ഈ KCF-ന്റെ പരിപാടികളൊക്കെ ആയി. ഇപ്പം മുഹമ്മദ് ഖാൻ 1-2 വട്ടം എന്നെ കണ്ടു, ഒരു ഓഡിഷനൊക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഓഡിഷൻ നോക്കി. അപ്പം എന്നോട് പറഞ്ഞു മുടി മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ആദ്യം എനിക്കൊരു ഭയങ്കര ഷോക്കായി പോയി. കാരണം അന്ന് കുറച്ച് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, എൻ്റെ കേൾസ് അത്യാവശ്യം വളർന്ന് നല്ല ലെങ്ത്തൊക്കെ ആയി സെറ്റായി തുടങ്ങിയിട്ടുള്ള ടൈമായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ കേർലി ഹെയർ ബ്രാൻഡ്സ് ഒരുപാട് എൻഡോഴ്സ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഒരു വല്ലാതെ ഞാൻ എന്താ പറയാ, കാരണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊരു സംഭവമാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഹെയർ ഒന്ന്
സ്ട്രെയിറ്റ് ചെയ്യാം, നിന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ഫേസ് നമുക്ക് വേണം, ഹെയർ ഒന്ന് നന്നായിട്ട് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഒതുക്കി കെട്ടിയിട്ട്. ഇപ്പം എന്നെ എപ്പോൾ ആളുകളുണ്ടല്ലോ എന്നെ ഇങ്ങനെയാണ് കാണുന്നത്, എൻ്റെ മുടിയിൽ. എൻ്റെ മുടിയാണ് എൻ്റെ ഓൾമോസ്റ്റ് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻ്റെ മുടി കണ്ടിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്കത് ആദ്യം ആ ഡെസിഷൻ കുറച്ച് ടെൻഷനുള്ളൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു, അത് ചെയ്യണോ വേണ്ട എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു മുടിയല്ലേ വളർന്നു വരും, എനിക്ക് അത്ര ഇമോഷണലി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ മുടിയല്ലേ വളർന്നു വരും എന്ന ഒരു ധൈര്യത്തിൽ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് KCF ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പം അന്നേരം ഹെയർ കട്ട് ചെയ്യാന്നൊരു തീരുമാനം. അപ്പം സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നേരമാണ് എനിക്ക് ഏറ്റവും വിഷമം. സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ലെന്നൊരു തോട്ടിൽ ഞാൻ എത്തി. വെട്ടണോ വെട്ടാം, കളർ അടിക്കാം, ആ ഫീലിംഗ് ആയി. കാരണം ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇമോഷൻ അവിടെ എനിക്ക് പോയി സ്ട്രെയിറ്റ് ആയപ്പോൾ തന്നെ. പിന്നെ ഹെയർ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കേൾസ് തന്നെ വളരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കേളി ഹെയർ ആയപ്പോൾ എൻ്റെ ചുറ്റും എന്നെ സ്ഥിരമായി കാണുന്ന ആളുണ്ട്. അതായത് എന്നെ ചുരുണ്ട മുടിയിൽ കണ്ട്, എന്നെ സ്ട്രെയിറ്റ് ഹെയറിൽ കണ്ട്, ഷോർട്ട് ഹെയറിൽ കണ്ട്, പിന്നെ എന്നെ വീണ്ടും കേളി ഹെയറിൽ ഇപ്പോൾ കാണാൻ തുടങ്ങിയവരുടെ അഭിപ്രായം എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് തന്നെ ഒരു സന്തോഷം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്നല്ല. അത് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. കാരണം എനിക്കെന്തോ ഒരു ഇഷ്ടം ഈ മുടിയോട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം, ഒരു സന്തോഷമൊക്കെയാണ് അങ്ങനെ പോവാനായിട്ട്. അപ്പോൾ ഡെസിഷൻ എടുത്തത് ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് എടുത്തത്. പക്ഷേ ആക്ച്വലി പറഞ്ഞ കണക്ക് മുടി മുറിക്കുമ്പോൾ എപ്പോഴും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റിലായിരിക്കും എല്ലാവരും ചെയ്യുക. അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നൂറിൻ്റെ എൻ്റെ ഫീൽഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ റീൽ, അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്യുന്ന ആദ്യത്തെ റീൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദുബായ് ആണെന്ന് തോന്നുന്നു. ഒരു ഫ്ലെക്സ് കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതേടത്ത് എൻ്റെ ഫ്ലെക്സ് വന്നു എന്ന് പറഞ്ഞിട്ട്, അത് കുറേ കാലം മുമ്പാണ്, എനിക്കൊന്ന് 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ആ റീൽ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അതായത് നൂറിൻ്റെ ഇൻസ്റ്റഗ്രാം മൊത്തം ഞാനിങ്ങനെ അടിച്ചുറക്കുമ്പോൾ, കാരണം ഈ ടിക്കിയില്ലേ മറ്റേ ഇത് ഞാൻ ചെയ്തു ടിക് എന്ന് പറഞ്ഞിട്ട് ബേബി സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിൽ ഹാപ്പി ആവുന്ന ആളാണ്. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു അഭിമുഖം വായിക്കുമ്പോൾ ഞാൻ അത്ര പ്രിട്ടി ഒന്നും അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വക സാധനങ്ങളെ എങ്ങനെയാണ് മാറ്റിയെടുത്തിട്ടുള്ളത്? ഈ ബോഡി ഷേമിങ് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് സംഭവം തന്നെ ആക്ച്വലി നമ്മുടെ തൃശ്ശൂരാണ്, ഈ ദുബായിലല്ല, നമ്മൾ തൃശ്ശൂർ, അവിടുത്തെ നമ്മുടെ ശോഭാ സിറ്റി അറിയായിരിക്കും. അവിടെ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ട്. എൻ്റെ ഒരു വലിയ ഫ്ലെക്സ് ആദ്യമായിട്ട് വരുന്ന അന്നാണ്. അപ്പം ഞാൻ ഭയങ്കര സീറോയിന്ന് വന്ന ഒരാളാണ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പം എനിക്ക് കിട്ടുന്ന ഓരോ ചെറിയ സംഭവം എനിക്ക് ഭയങ്കര വലുതാണ്. എന്ത് കിട്ടിയാലും നമുക്ക് ബോണസ് എന്ന് വിചാരിക്കുന്ന സ്റ്റേജാണ് അന്നൊക്കെയുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യൂ പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഇവിടെ വന്ന് ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പോലും ഞാൻ ഭയങ്കര വലുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഭയങ്കരമായിട്ട് ഞാനത് ഇങ്ങനെ ഗ്രേറ്റ്ഫുള്ളായിട്ട് അതിനെ നോക്കിക്കാണുന്ന ഒരാളെ. കുഞ്ഞു സംഭവങ്ങളായിരിക്കും. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം വിചാരിക്കുകയോ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കാറുള്ള ഒരാളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം വിഷമങ്ങളാണെങ്കിലും അത് പിന്നീട് സന്തോഷമായിട്ട് മാറുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വെക്കുന്നൊരു പേഴ്സൺ തന്നെയാണ്. ആൻഡ് ഈ പ്രിട്ടിയുടെ കാര്യം പറയുകയാണെങ്കിലും ഐ റിയലി ഫീൽ ലൈക്ക് എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു ആനച്ചന്തം അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ ശബ്ദത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അതെനിക്ക് ജന്മന ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇമോഷണലി ഒക്കെ ആകുമ്പോൾ ഇപ്പം സന്തോഷമോ സങ്കടം എന്തായാലും പെട്ടെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. അത് ഗ്രാജുവലി ഇപ്പം ഞാൻ വളരും തോറും അതിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ എൻ്റെ മൂക്ക് ഭയങ്കര വലുതാണ്, ഇത് സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടാണല്ലോ വളരുന്നത്. അപ്പം എനിക്കിങ്ങനെ ഉള്ളൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്, അയ്യോ എൻ്റെ കുള്ളിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ സെറ്റാവിലായിരിക്കും. എനിക്ക് എൻ്റെ ഒരു സ്കൂളിംഗ് ടൈമിലൊക്കെ എനിക്ക് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോയ്ക്ക് നിൽക്കലോ ഫോട്ടോ എടുക്കലോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ആണ് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഫോട്ടോ കൊള്ളാം അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. ഞാൻ എൻ്റെ ഫോട്ടോസ് എടുത്തു തുടങ്ങിയതായിക്കോട്ടെ ഒരു ഏജ് കഴിഞ്ഞപ്പോഴാണ്. ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലൈമായിരുന്നു. എൻ്റെ ഫോട്ടോ എടുത്താൽ എന്നെ കൊള്ളില്ല, എൻ്റെ ചിരിക്കണ കൊള്ളില്ല, എൻ്റെ കണ്ണ് കൊള്ളില്ല, ഇങ്ങനത്തെ ഒരുപാട് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇത് ഓവർകം ചെയ്തത് എനിക്കൊന്ന് ഗ്രാജുവലി
ഈ പറയുന്ന കണക്ക് നമ്മുടെ സറൗണ്ടിങ് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ ഗ്രോത്തിൽ. എനിക്ക് തന്നെ ഞാൻ ചെറുതിലെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അതിലും ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഇപ്പം ഉണ്ടാവുള്ള മെയിൻ റീസൺ എൻ്റെ ചുറ്റും എൻ്റെ സ്ഥലമായിക്കോട്ടെ, നമ്മൾ പെരുമാറുന്ന ആളുകളായിക്കോട്ടെ, നമ്മൾ കാണുന്ന ചുറ്റുള്ള ആളുകളുടെ ജോലികളായിക്കോട്ടെ, നടക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഞാൻ എങ്ങനെയാണോ അതിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ പൃഥ്വിയാണെന്ന് ഞാൻ സ്വന്തമായി വിശ്വസിച്ചു തുടങ്ങി ഒരു പോയിന്റിൽ. അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു കാര്യം, വളരെ സപ്പോർട്ടിങ് കപ്പിളായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത്. അതിപ്പോൾ വീഡിയോയിലായിക്കോട്ടെ, ഒരുമിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഫംഗ്ഷന് പങ്കെടുക്കുന്നു, ഭയങ്കര ഹാപ്പിയാണ്. ഈ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്ന മാറ്റം എന്താ ലൈഫിൽ? മാരേജ് കൊണ്ടുവന്നൊരു മാറ്റം എന്താ, അല്ലെങ്കിൽ എന്താണ് ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുള്ളത് ലൈഫിൽ? എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല സംഭവം ആക്ച്വലി എനിക്ക് ഫാമിനെ കിട്ടിയതാണ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഉറപ്പായിട്ട് അത് പറയും. കാരണം എനിക്ക് ഭയങ്കര എനിക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലെന്നല്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന, എന്താണോ ഒരു ലൈഫിൽ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും എന്തൊരു കാര്യത്തിനും കൂടെ നിൽക്കുന്ന, ഇപ്പം പേരൻസിനൊക്കെ ഒരു പോയിന്റിൽ അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവർ നമുക്ക് നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതാവണം എന്നില്ല, പക്ഷെ അവരൊരിക്കലും നമുക്ക് മോശമാവാനല്ല അത് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഡിസിഷൻസ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എപ്പോഴും അവർക്ക് നമ്മളിങ്ങനെ ബേബിസിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം, ഒരു 24/7 സപ്പോർട്ട് സിസ്റ്റം കിട്ടിയത് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. ആൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അതിന് മുന്നത്തെക്കാളും ഹാപ്പി കല്യാണം കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം കുറച്ചുപേര് വിചാരിക്കായിരിക്കും ഭയങ്കര ഒരു പേഴ്സണിൽ നമ്മൾ ഡിപ്പെൻഡ് ആവാൻ പാടില്ല. എന്നോട് ഒരുപാട് പേര് ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതൊക്കെ ചിന്തിക്കുമ്പം പറഞ്ഞിട്ടുണ്ട്, ഡിപ്പെൻഡ് ആവരുത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനറിയാം. പക്ഷെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മളോട് അടുത്തൊരാൾ നീ ചെയ്യ് എന്തുണ്ടെങ്കിലും നമ്മൾ റെഡിയാക്കും കൂടെ. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൂടുതലും. സോ എനിക്കതിൽ ഞാനിനി എത്ര താങ്ക്ഫുൾ. ഞാൻ എവറി ഡേ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ പഠിച്ചവനോട് കല്യാണത്തിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്, എനിക്ക് തരണേന്ന്. അതുപോലെ എനിക്ക് ഇപ്പോഴും ഞാൻ ഇപ്പം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും പറയും, പഠിച്ചോനെ എനിക്കിത് എപ്പോഴും കൂടെ വേണേ എന്നും പറയാറുണ്ട്. സോ എല്ലാവർക്കും അങ്ങനത്തെ ഒരു മാരേജ് ലൈഫ് കിട്ടണം ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ അത്ര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാനൊരു റോങ് ഡെസിഷൻ എടുത്താലും അത് റോങ് ആയെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പിന്നീട് റൈറ്റ് ആക്കാം, അത് കൂടാതെ നമ്മൾ കുറ്റം പറയാതെ എന്തുകൊണ്ടത് പ്രശ്നം ഉണ്ടായെന്നുള്ളത് അനലൈസ് ചെയ്ത് അത് സോർട്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ ഒരു പ്രശ്നം പറ്റാതിരിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനും എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, അതാണ് എനിക്ക് എല്ലാ രീതിയിലും. ഇപ്പോൾ ഈ തിരക്കഥാകൃത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഫഹീം ഇതിനു മുമ്പും എഴുതിയിട്ടുണ്ട്. പക്ഷെ നൂറൻ ചെയ്യണ ആദ്യത്തെ പടം ബാങ്ക് ചെയ്യുന്നത് ഗോകുലം എന്ന് പറയുന്ന വലിയൊരു പ്രൊഡക്ഷനാണ്. അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? അതിനെങ്ങനെയാണ് കാണുന്നത്? ഫഹീം മധുരം എന്ന് പറഞ്ഞൊരു പടമാണ് എഴുതിയത്. ആഷിഖ് കൈമറും ഫഹീമുമാണ് എഴുതിയത്. അഹമ്മദ് കബീറിന്റെ സെക്കൻഡ് പ്രോജക്റ്റ് ആയിരുന്നു OTT വേണ്ടിയിട്ട്. അതൊരു ചെറിയ പ്രോജക്റ്റ് ആയിരുന്നു. അവർ പ്ലാൻ ചെയ്ത് അതല്ലായിരുന്നു, എൻറ്റയർലി ഡിഫറെന്റ് ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതൊരു പെട്ടെന്ന് കോവിഡ് സമയത്ത് ഒരു ലോക്ക്ഡൌൺ ടൈമിൽ പെട്ടെന്ന് ഉണ്ടായി, പെട്ടെന്ന് OTT റിലീസായി, അഭിപ്രായങ്ങൾ കിട്ടിപ്പോയി. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ്, അത് എൻജോയ്, വളരെ ചെറിയ സിനിമയായിരുന്നു അത്. ഒരു ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഒരു കഥയിൽ അത് പോയതാണ്. അപ്പം നമ്മളുടെ കേസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് സിനിമകൾ ഇതിന് മുന്നേ ഇങ്ങനെ ചുമ്മാ സ്ക്രിപ്റ്റൊക്കെ എഴുതി കുറേ പിച്ചിങ് ഫേസിൽ നടന്നു, ഇത് ഓണാക്കാൻ വേണ്ടി നടന്നു, ഇതൊന്നും വർക്കാവുന്നില്ല. അപ്പം ആദ്യം നമ്മൾ ഈ സിനിമ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ എഴുതുന്നു, ആക്ടറോട് കഥ പറയുന്നു, പ്രൊഡക്ഷനിലൂടെ കഥ പറയുന്നു, പടം ഓണാവുന്നു, ഷൂട്ട് ചെയ്യുന്നു, കഴിഞ്ഞു. ഇതാണല്ലോ ഇതിൻ്റെ പ്രോസസ്സ്. അപ്പം ചിലപ്പോൾ എഴുതാൻ കുറച്ച് സമയമൊക്കെ എടുക്കായിരിക്കും, എഴുതി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. ആൻഡ് പിന്നെ നമ്മൾ വിചാരിച്ചത്, നമ്മളൊന്നുമില്ലെങ്കിലും ഓക്കെ ഒരു സിനിമയ്ക്ക് അഭിനയിച്ച് അല്ലെങ്കിൽ ഒരു സിനിമ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നതിന് അത്രയും വേണ്ടി വരില്ലായിരിക്കും ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് നമ്മൾക്കതിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ മനസ്സിലായി. ഈ പറയുന്ന 2 years അല്ലെങ്കിൽ ഒരു 3 years പാതി സമയവും ഇത് പ്രോജക്റ്റ് ആക്കാൻ, അത് ആ ഒരു കൺവേർഷൻ നടക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. അതിലെല്ലാ ഫേസിലും ഞാനുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ ധനഞ്ജയ് ശങ്കറും ഫഹീമും ഞാനും നമ്മൾ ഇരുന്നിങ്ങനെ എഴുതി ഇത്
സിനിമയാകണമല്ലോ, അപ്പം അത് എവിടെ ചെല്ലണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഗോകുലം നമ്മുടെ മുന്നിലേക്ക് വരുന്നതും അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതും ഇതൊരു പ്രോജക്റ്റ് ആവുന്നതും. കാരണം ഇന്നത്തെ എനിക്കൊന്ന് മലയാളത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ബിഗ് ബഡ്ജറ്റ് സിനിമകളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആ റിലീസുകൾ എടുക്കുന്ന ഒക്കെ ഗൂഗിളാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ബാനർ, ഇപ്പം ധനഞ്ജയുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണിത്. ഒരു പടം എഴുതിയിട്ടിപ്പം നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെബ്യൂ പോലെയാണിത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കഥയും നമ്മുടെ വിഷനെയും ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മൾക്കിത് ചെയ്യാമെന്നൊരു ഓക്കെ പറയുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് ഏത് സിനിമ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് ഡ്രീം ചെയ്യുന്ന ഏതൊരാളുടെയും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അതായിരിക്കും. കാരണം അത്രയും വർഷം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ എഴുതിയത് സിനിമയാകാൻ പോകുന്നു എന്ന് നമുക്കറിയുന്നത് നിർമ്മാതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരു യെസ് കേൾക്കുമ്പോഴാണ്. ബാക്കി സിനിമ ഇറങ്ങുന്നതും ഷൂട്ട് ചെയ്യുന്നതും അത് ഹിറ്റാവുന്നതും അതൊക്കെ സെക്കൻഡ് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇസ് ഓൾവേസ് ഇത് നമുക്ക് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷന് കിട്ടാവുന്നതാണ്. അപ്പം അത് ഗോകുലം തന്നെ ആയപ്പോൾ നമുക്ക് ഡബിൾ ലോട്ടറി പോകാനാണ് ഫീൽ ചെയ്തത്. നമ്മൾ തന്നെ ആലോചിച്ച് ഓക്കെ ഇത് ശരിക്കും ആയില്ല, നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 3-4 ദിവസം നമ്മൾ മുന്നിലും ചുമ്മാ ചാടിച്ചിട്ടിരിക്കും, ഇത് ആയല്ലേ, ഓക്കെ ആയല്ലേ. കാരണം നമ്മൾ ഇത് ഇങ്ങനെ അല്ലല്ലോ, നമുക്ക് ഇതിന് മുന്നുള്ള എക്സ്പീരിയൻസും ഇത് നടക്കൂലായിരിക്കും, പോവും എന്നാണ് നമ്മളും വിചാരിക്കുന്നത്. പക്ഷെ അതങ്ങനെ ആയപ്പോൾ നമുക്ക്, കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു കാസ്റ്റിനെ നമുക്ക് കിട്ടുക, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇപ്പം നമ്മൾ മനസ്സിൽ കണ്ട ഒരു സിനിമ, ഇപ്പം നിങ്ങളത് കണ്ടിട്ടില്ല, അത് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ട അങ്ങനത്തെ സിനിമ നമുക്ക് ഇത്രയും ഇപ്പം ഇതുവരെ ഷൂട്ട് കഴിയുന്നത് അത്രയും ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ അതുപോലൊരു പ്രൊഡക്ഷൻ ബാനർ നമ്മളെ ബാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. നൂറിൻ തിരക്കഥയിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു വലിയ ഡിസ്കഷൻ ഉണ്ടാവുന്നു, മലയാള സിനിമയിൽ നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള തരത്തിൽ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മറ്റ് അഭിനേത്രികളോട് സംസാരിക്കുമ്പോൾ അവർ പറയണത് തിരക്കഥാകൃത്തുകൾ അത്തരത്തിലുള്ള മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരക്കഥാകൃത്ത് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇനി പ്രോജക്റ്റുകൾ ഉണ്ടാവാം ഒബ്വിയസ്ലി. നൂറിൻ അതിലൊരു ടേക്ക് എടുക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, എനിക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല, എൻ്റെ പെർസ്പെക്റ്റീവിൽ സിനിമയിൽ ഒരു ഫീമെയിൽ ഒരു ക്യാരക്ടറിന് സ്പേസ് ഇല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ ലീഡിനെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കാം നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് എഴുതുന്ന സിനിമയാണ് ബബബ. അതിനകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. നമുക്ക് ചുരുക്കി പറഞ്ഞ ഒരു വളരെ റെലവൻ്റ് ആയിട്ടൊരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്നത് ചിലപ്പം 1-2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോൾസ് ചെയ്യുന്ന ഒരുപാട് മെയിൽ ലീഡ്സ് ഇതിനകത്തുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതോ അല്ലെങ്കിൽ കുത്തിക്കയറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല ഇതിനകത്ത്. ആ സിനിമയ്ക്ക് നമ്മൾ പറയുന്ന ഒരു ടൈം ലൈൻ ഒരാൾ മേ ബി ഒരു ഓഡിയൻ്റെ പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ ഇതിൽ ഒരു മെയിൻ ലീഡ് ചെയ്യുന്ന ഹീറോയുടെ പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ ഇതിലെ വില്ലൻ്റെ പെർസ്പെക്റ്റീവോ എന്തായിക്കോട്ടെ, അവർ പറയുന്ന ടൈം ലൈനകത്ത് ചിലപ്പം ആ ഒരു ഫീമെയിൽ ലീഡിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര ഇല്ലായിരിക്കും. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഷോക്കേസ് ചെയ്യാൻ ഒരു പീസ് പോലെ വെക്കണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രോജക്റ്റിനകത്ത് അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തത് നമ്മൾ കുത്തിക്കയറാൻ ശ്രമിച്ചിട്ടില്ല. എവിടെയാണോ ആവശ്യമുള്ളത് അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇതിനകത്ത് എഴുതുന്ന ഒരാളാണ്, അപ്പം ഞാൻ നടി അതുകൊണ്ട് ഓക്കെ എന്നെ എന്തായാലും ഇതിൽ മെയിനായിട്ട് വെക്കാം, നമ്മളത് ചിന്തിച്ചിട്ടില്ല. കാരണം ഇല്ലാത്തൊരു സാധനം വെക്കണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പം നാളെ ഞാനൊരു വേറെ സിനിമ എഴുതുമ്പോൾ അതിനകത്ത് ഒരു നല്ല ഫീമെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൊസൈറ്റിയിൽ വളരെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളൊരു ടോപ്പിക്ക് ഫീമെയിൽ ഒരു ക്യാരക്ടർ ആവശ്യമുണ്ടെന്ന് തോന്നി ഉറപ്പായിട്ടും നമ്മൾ ആ ക്യാരക്ടർ എഴുതും. അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളെ നമ്മൾ അതിനകത്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പം അന്നേരം ഈ മെയിൽ മാത്രം ഫീമെയിൽ മാത്രം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും ഇപ്പം എത്രയോ സിനിമകൾ ഇറങ്ങാറുണ്ട്, അതിനകത്ത് മെയിൽ ലീഡുകൾ നമുക്ക് ചില സമയത്ത് അതിനകത്ത് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ഒരു വലിയൊരു സ്റ്റാറിൻ്റെ ആവശ്യം ഉണ്ടാവാത്ത സിനിമകൾ ഇറങ്ങാറുണ്ട്. അപ്പം അത് വേണ്ടെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ മുഴച്ചു നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ അതിനെക്കാട്ടി നല്ലത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പറയാൻ വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ എഴുതുന്ന സിനിമയിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കരിയർ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ, പിന്നീട് മോഡലിങ്, അതിനുശേഷം അഭിനയത്തിലേക്ക് ഇപ്പോൾ തിരക്കഥാകൃത്ത്, തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്ര നാൾക്ക് ശേഷം പിന്നിലേക്ക് നോക്കുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആണോ, അതോ എന്താണ് ആ ഒരു ഫീല്? ഗ്രേറ്റ്ഫുൾ ആണ്.
ഭയങ്കര ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ മെമ്മറി വരില്ല 5 വർഷം മുമ്പുള്ള 4 വർഷം മുമ്പുള്ള അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ കിട്ടണ ആ ഒരു ഇത് സ്റ്റിൽ ഞാൻ ചിന്തിക്കുന്നത് ഞാനൊന്നും ആയെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. നമ്മൾ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു പാതി ദൂരമെങ്കിലും ഞാൻ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെന്നെ ഹെൽപ്പ് ചെയ്ത് ഇപ്പം ഡാൻസ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ റൈറ്റിംഗ് ആയിക്കോട്ടെ, എനിത്തിങ് എല്ലാം നല്ലതിന് എല്ലാം നടന്നതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. അപ്പം അതിനകത്ത് മോശം എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം അങ്ങനെയൊക്കെ നടന്നതിന് ഒരു റീസൺ ഇപ്പുറത്തുണ്ടാവാം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത സംഭവം വരെ ഞാനിപ്പോൾ ചെയ്തു. അപ്പം അതൊക്കെ എവിടെയോ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഇങ്ങനെ പോകുന്നുള്ളതാണ്. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. അതിപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല. സ്റ്റിൽ ഈ പറഞ്ഞ മെമ്മറീസിൽ ഇപ്പം എൻ്റെ പഴയ ഡാൻസ് വീഡിയോസും ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ചുമ്മാ പോയി എൻ്റെ പേരിങ്ങനെ സെർച്ച് ചെയ്യും, നൂറിൻ ഷെരീഫ്. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴ്ത്ത് പോകുമ്പോഴത്തേക്ക് പഴയ വീഡിയോസ് വരിക, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പാക്ക് ചെയ്ത ഡാൻസ് ഷോയുടെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വരിക, അന്ന് നമ്മളൊരു സെലിബ്രിറ്റിയുടെ എടുത്ത ഫോട്ടോ വരിക. ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു നെക്സ്റ്റ് ഒരു അപ്പർ സ്റ്റെപ്പ് നമ്മൾ വെച്ചു. ചില സമയത്ത് നമ്മൾ ഭയങ്കര നന്നായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ആയില്ലേന്ന് ഈ പറഞ്ഞൊക്കെ ഒരു സെൽഫ് ഡൗട്ട് തോട്ടൊക്കെ വരുമ്പോൾ കറക്റ്റ് സമയത്ത് ഇതുപോലെ നമ്മൾ ഇല്ല കേട്ടോ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊരു ഫോട്ടോ നമ്മുടെ ഫോൺ മെമ്മറിയിലോ ഒരു ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അത് നമുക്കൊരു ചെറിയ ഫ്യൂവലാണ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും കയറാനായിട്ട്. സോ ഞാൻ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പുതിയ പ്രോജക്റ്റുകളെ പറ്റി എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ പറയാൻ പറ്റുക? ഇല്ല, ഒന്നും ഇപ്പം ഈ കേരള ക്രൈം ഫയൽ സീസൺ 2 ഈ ജൂൺ 20 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്. പിന്നെ ബബ്ബ അതിൻ്റെ ഒരു സ്കെഡ്യൂളും കൂടെ ഷൂട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ അത് ഓണത്തിനാണ് നമ്മൾ വിചാരിക്കുന്ന ഇറങ്ങുന്നത്. പിന്നെ അതിൻ്റെ പോസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഓണം ആ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത്. റീസെൻ്റ്ലി ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഇതാണ്. അതല്ലാതെ ഇങ്ങനെ പ്രോജക്ട്സ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യലോ, ഉറപ്പായിട്ട് ഇപ്പം എപ്പോൾ പോയാലും കഥയാണല്ലോ മനസ്സിൽ. അങ്ങനെ ഒരു കഥയാണല്ലോ, ഇങ്ങനെയാ ചെയ്താലോ എന്ന് ചിന്തകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനി ആയി വരണം. എന്തായാലും സംസാരിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ സ്വന്തം പാർട്ട്നേഴ്സിൽ ഇത്രയധികം അഭിമാനിക്കുന്ന ആളുകളെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഫാമിലി ഇത് ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. താങ്ക് യു. അതിലെനിക്ക് ഞാൻ ഇവിടെ ടച്ച് കൊണ്ട് ഞാൻ പറയും. കാരണം അത്ര മേ ബി പഠിച്ചൻ എവിടെയെങ്കിലും കണ്ടിട്ടാണ് ഈ കുട്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നല്ലൊരു പാർട്ട്ണറെ കൊടുത്തേക്കാം, പോട്ടെ അവളെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കരിയറിൽ പോലും നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ വരെ, ഇപ്പം KCF വന്നതായിക്കോട്ടെ, ബബ്ബയിൽ ഞാൻ ലോഞ്ച് ചെയ്തായിക്കോട്ടെ, അഡാർ ലെവൽ പോലും അന്നൊരു പെട്ടെന്ന് ഇപ്പം എനിക്കൊരു ഫിറ്റ്നസ് ഒരു മിസ് കേരള ടൈറ്റിൽ ഞാൻ വിൻ ചെയ്ത് അഡാർ ലെവലിൻ്റെ ഭാഗമാകുന്നതായിക്കോട്ടെ, ആ പടം എല്ലാവരും കണ്ടു. അതിൻ്റെ റിസൾട്ട് XOY എല്ലാവരും പല ഡിസ്റ്റൻസ് പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ ആ പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ റെക്കഗ്നേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫൈനാൻഷ്യലി എൻ്റെ ഫാമിലീനെ അപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇതൊക്കെ ഞാൻ കുറച്ച് ബ്ലസ്ഡ് ആയതുകൊണ്ട് കിട്ടിയെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനു വേണ്ടിയൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. കാരണം എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ രീതിയിലും. സോ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ എം വെരി ലക്കി. അതെനിക്കറിയാം. അത് ഈ പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ എനിക്ക് നടന്നു, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.